എല്ലാവർക്കും നമസ്കാരം. പോളിംഗ് ദിവസം പ്രിസൈഡിംഗ് ഓഫീസർമാർ തയ്യാറാക്കേണ്ട ചില രജിസ്റ്ററുകളും ഫോമുകളും കണക്കുകളുമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ആദ്യമായി നിങ്ങളുടെ ബൂത്തിലെ വോട്ടർമാരുടെ എണ്ണം എത്രയെന്ന് അറിഞ്ഞിരിക്കണം. ഇത് എവിടെ നിന്ന് ലഭിക്കും എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വോട്ടർ പട്ടിക മാർക്കഡ് കോപ്പിയുടെ അവസാന ഭാഗത്ത് ഈ കാണിച്ചിരിക്കുന്ന പോലെ എഴുതിയിട്ടുണ്ടാവും. ടോട്ടൽ, മെൻ, വുമൺ എന്നിങ്ങനെ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ 1032 എന്ന് എഴുതിയിട്ടുള്ളത് ഈ വോട്ടർ പട്ടികയിലെ ഡിലീറ്റും ഷിഫ്റ്റും എല്ലാം കുറവ് ചെയ്ത ശേഷമുള്ള വോട്ടർമാരുടെ എണ്ണമാണ്. ഇതിൽ നിന്നും പോസ്റ്റൽ ബാലറ്റ് നൽകിയിട്ടുള്ളവരുടെ എണ്ണം 12ഉം ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളവരുടെ എണ്ണം 15ഉം കുറച്ച് ബാക്കിയുള്ള വോട്ടർമാരുടെ എണ്ണം 1005. അത് മെൻ, വുമൺ തിരിച്ച് എഴുതിയിരിക്കുന്നു. ഇനി വോട്ടിംഗ് അവസാനിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ബൂത്തിൽ ഏതാനും പേർ EDCയുമായി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് 6 പേർ ആണെന്ന് വിചാരിക്കുക. അത് ഇതിന് താഴെ എഴുതി ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ കൂട്ടി എഴുതണം. അപ്പോൾ 1005 + 6 1011 പേരാണ് ടോട്ടൽ വോട്ടേഴ്സ്. ഇതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ടേഴ്സ് അസൈൻ ടു ദി പോളിംഗ് സ്റ്റേഷൻ എന്നും പറയും. ഈ കണക്ക് നിങ്ങളുടെ ബൂത്തിലെ ആണെന്ന് സങ്കല്പിക്കുക. ഇനി നമുക്ക് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് അല്ലെങ്കിൽ ഫോം 17A എന്താണെന്ന് നോക്കാം. ഹാൻഡ് ബുക്കിൽ 48-ാം പേജിൽ ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് പോളിംഗ് ഓഫീസറാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ 5 കോളങ്ങൾ ഉണ്ട്. വോട്ടിംഗ് തുടങ്ങുന്ന സമയം, അതായത് മോക്ക് പോൾ കഴിഞ്ഞ് ഡേറ്റ എല്ലാം ക്ലിയർ ചെയ്ത് കൺട്രോൾ യൂണിറ്റിൽ ടോട്ടൽ വോട്ട് 0 ആണെന്ന് ബോധ്യപ്പെട്ട ശേഷം ഈ രജിസ്റ്ററിൻ്റെ മുകൾ ഭാഗത്ത് ടോട്ടൽ ഇൻ ദ കൺട്രോൾ യൂണിറ്റ് ഈസ് ചെക്ക്ഡ് ആൻഡ് ഫൗണ്ട് ടു ബി 0 എന്നെഴുതി ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഒപ്പുവെക്കണം. എന്ന് പറഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസറും ഈ രജിസ്റ്ററിൻ്റെ ചുമതലക്കാരനായ സെക്കൻഡ് പോളിംഗ് ഓഫീസറും ഇതിൽ ഒപ്പുവെക്കേണ്ട ഫസ്റ്റ് പോളിംഗ് ഓഫീസറും കൺട്രോൾ യൂണിറ്റിൽ 0 ആണെന്ന് ഉറപ്പുവരുത്തണം. തുടർന്ന് വോട്ട് ചെയ്യാൻ വരുന്ന ഓരോരുത്തരുടെയും വിവരങ്ങൾ ഇതിൽ രേഖപ്പെടുത്തി അവരെ കൊണ്ട് ഒപ്പുവെക്കണം. ഈ രജിസ്റ്ററിൽ ഒപ്പുവെക്കാത്ത ആരെക്കൊണ്ടും വോട്ട് ചെയ്യിക്കാൻ പാടില്ല. ഇതിൽ 1-ാം കോളത്തിൽ ക്രമ നമ്പറും 2-ാം കോളത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പറും എഴുതണം. 3-ാം കോളത്തിൽ വോട്ടർ തിരിച്ചറിയുന്നതിനായി ഹാജരാക്കിയിരിക്കുന്ന രേഖ ഏതാണ് എന്ന് എഴുതണം. വോട്ടർ ID കാർഡ് ആണെങ്കിൽ എപ്പിക് EP എന്നെഴുതിയാൽ മതി. ഇലക്ഷൻ ID കാർഡ് ഉണ്ടെങ്കിൽ അത് തന്നെ രേഖപ്പെടുത്തണം. 4-ാമത്തെ കോളത്തിൽ വോട്ടറുടെ ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളം പതിപ്പിച്ചിരിക്കണം. 5-ാം കോളം റിമാർക്സ് ആണ്. ഇനി ഇലക്ഷൻ ID കാർഡ് അല്ലാതെ മറ്റ് അനുവദനീയമായ രേഖയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എങ്കിൽ അത് എന്താണെന്നും അതിൻ്റെ നമ്പറിൻ്റെ അവസാന 4 അക്കവും എഴുതണം. ഇവിടെ പാസ്പോർട്ടിൻ്റെ അവസാന 4 അക്കം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി EDCയുമായി ഒരാൾ വോട്ട് ചെയ്യാൻ വന്നാൽ 2-ാം കോളത്തിൽ EDCയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ക്രമ നമ്പർ, പോളിംഗ് സ്റ്റേഷൻ നമ്പർ, അസംബ്ലി സെഗ്മെൻറ്റ് എന്നീ 3 കാര്യങ്ങൾ ചേർക്കണം. കൂടാതെ റിമാർക്സിൽ EDC വോട്ടർ എന്ന് കാണിക്കണം. വോട്ടിംഗ് നടക്കുമ്പോൾ ഇടയ്ക്കിടെ കൺട്രോൾ യൂണിറ്റിലെ ടോട്ടലും രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിലെ ക്രമ നമ്പറും ഒന്ന് തന്നെയല്ലേ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇനി ഒരു കക്ഷി വോട്ടിംഗ് പ്രൊസീജിയർ പാലിക്കാതിരുന്നാൽ എന്ത് ചെയ്യണം? ഹാൻഡ് ബുക്കിലെ പേജ് 55-ൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. റിഫ്യൂസ്ഡ് ടു ഒബേ വോട്ടിംഗ് പ്രൊസീജിയർ. വോട്ടിംഗ് പ്രൊസീജിയർ അനുസരിക്കാതിരുന്നാൽ അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ അനുവദിക്കേണ്ടതില്ല. ഉദാഹരണത്തിന്, ഒരു കക്ഷി വിരലിൽ മഷി പുരട്ടാൻ സമ്മതിക്കാതിരുന്നാൽ വോട്ട് ചെയ്യിക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള കേസിൽ ഫോം 17A റിമാർക്സിൽ നോട്ട് അലൗഡ് ടു വോട്ട്, വോട്ടിംഗ് പ്രൊസീജിയർ വയലേറ്റഡ് എന്നെഴുതി ഒപ്പിടണം.
ഇങ്ങനെ ഒരു കേസ് നിങ്ങളുടെ ബൂത്തിൽ ഉണ്ടായി എന്ന് വിചാരിക്കുക. പിന്നീട് കൺട്രോൾ യൂണിറ്റിലെ ടോട്ടലും വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമ നമ്പറും പരിശോധിക്കുമ്പോൾ കൺട്രോൾ യൂണിറ്റിൽ 1 കുറവായിരിക്കും എന്നത് ശ്രദ്ധിക്കുക. ഇനി ഒരു കക്ഷി രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ എൻട്രി വരുത്തിയ ശേഷം വോട്ട് ചെയ്യുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. അതിനുള്ള അവകാശം വോട്ടർക്ക് ഉണ്ട്. ഇത് ഹാൻഡ് ബുക്കിൻ്റെ പേജ് 56 പറഞ്ഞിട്ടുണ്ട്. ആ വോട്ടറെ വോട്ട് ചെയ്യാതെ പോകുവാൻ അനുവദിക്കാവുന്നതാണ്. അപ്പോൾ 17A റിമാർക്സിൽ റിഫ്യൂസ്ഡ് ടു വോട്ട് എന്ന് രേഖപ്പെടുത്തി ഒപ്പിടണം. ഇങ്ങനത്തെ ഒരു കേസ് നിങ്ങളുടെ ബൂത്തിൽ ഉണ്ടായി എന്ന് കരുതുക. പിന്നീട് കൺട്രോൾ യൂണിറ്റിലെ വോട്ടും 17A ക്രമ നമ്പറും പരിശോധിച്ചാൽ 2 എണ്ണത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അതായത് മുമ്പ് നോട്ട് അലൗഡ് ടു വോട്ട് ഒരു കേസും പിന്നീടുണ്ടായ റിഫ്യൂസ്ഡ് ടു വോട്ട് ഒരു കേസും. അങ്ങനെ 2 എണ്ണം കുറവായിരിക്കും കൺട്രോൾ യൂണിറ്റിൽ കാണിക്കുന്നത്. ഇനി ASD ലിസ്റ്റിൽ ഉള്ള ഒരാൾ വോട്ട് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യണം എന്ന് നോക്കാം. ASD ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക ഫൈനലൈസ് ചെയ്ത ശേഷം അത് പരിശോധിച്ച് ആബ്സെൻറ്റീസ്, അതായത് നാട്ടിൽ ഇല്ലാത്തവർ, ഷിഫ്റ്റ് വീട് വിറ്റ് പോയവർ, ഡെത്ത് മരിച്ചു പോയവർ, ഇങ്ങനെയുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പ്രത്യേകമായി നിങ്ങൾക്ക് തരും. ഈ ലിസ്റ്റിലുള്ള ഒരാൾ വോട്ട് ചെയ്യാൻ വന്നാൽ ഇവരുടെ ഐഡൻറ്റിറ്റി സൂക്ഷ്മമായി പരിശോധിച്ച് ബോധ്യപ്പെട്ട് ഇവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാവുന്നതാണ്. 17A രജിസ്റ്ററിൽ ഇവരുടെ ഒപ്പും വിരലടയാളവും 2ഉം വാങ്ങിക്കണം. റിമാർക്സിൽ ASD എന്ന് എഴുതുകയും വേണം. ഇനി ടെസ്റ്റ് വോട്ട് എന്താണെന്ന് നോക്കാം. ഹാൻഡ് ബുക്കിൽ പേജ് 60 ഇത് വിശദീകരിച്ചിരിക്കുന്നു. ഒരു കക്ഷി വോട്ട് ചെയ്യാൻ വന്നു. രജിസ്റ്ററിലെല്ലാം ചേർത്ത് വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്ത ശേഷം അയാൾ പരാതി പറയുകയാണ്, ഞാൻ വോട്ട് ചെയ്ത ആളുടെ പേരും ചിഹ്നവുമല്ല വിവിപാറ്റ് സ്ലിപ്പിൽ വന്നത് എന്ന്. അങ്ങനെ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതിയിൽ TN ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ആവശ്യമായ ഡിക്ലറേഷൻ എഴുതി വാങ്ങിയ ശേഷം ഒരു ടെസ്റ്റ് വോട്ട് ചെയ്യാനുള്ള അവസരം വോട്ടർക്ക് നൽകാവുന്നതാണ്. അതിന് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ അടുത്ത ക്രമ നമ്പറായി വീണ്ടും ഇദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ചേർത്ത് ഒപ്പിടിയിച്ച് ഏജൻറ്റുമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസറുടെയും സാന്നിധ്യത്തിൽ വോട്ട് ചെയ്യിക്കണം. വിവിപാറ്റിലെ സ്ലിപ്പിൽ കാണുന്നത് ശരിയാണോ എന്ന് എല്ലാവരും പരിശോധിക്കണം. റിമാർക്സിൽ ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് എന്ന് രേഖപ്പെടുത്തി വോട്ടറുടെ ഒപ്പ് വാങ്ങണം. വിവിപാറ്റിൽ ശരിയായിട്ടാണ് കണ്ടതെങ്കിൽ വോട്ടിംഗ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി വോട്ടറുടെ അവകാശവാദം ശരിയാണെന്ന് കണ്ടാൽ വോട്ടിംഗ് നിർത്തിവെച്ച് ROയെ വിവരം അറിയിക്കണം. ഇങ്ങനൊരു കേസ് നിങ്ങളുടെ ബൂത്തിൽ ഉണ്ടായി എന്ന് കരുതുക. ഈ വോട്ട് കൗണ്ടിങ്ങിൻ്റെ സമയത്ത് കുറയ്ക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വോട്ട് പോൾഡ് എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റിൽ കാണുന്ന ടോട്ടൽ വോട്ടിനേക്കാൾ 1 കുറവായിരിക്കും. ഇനി വോട്ടിംഗ് അവസാനിക്കുമ്പോൾ, അതായത് അവസാനത്തെ ആളും വോട്ട് ചെയ്ത് കഴിഞ്ഞ് ക്ലോസ് ബട്ടൺ അമർത്തി ക്ലോസ് ചെയ്ത ശേഷം രജിസ്റ്റർ ഓഫ് വോട്ടിൻ്റെ അവസാന എൻട്രിയുടെ താഴെ സീരിയൽ നമ്പർ ഓഫ് ലാസ്റ്റ് എൻട്രി ഇൻ ഫോം 17A ഈസ് എന്നെഴുതി അവസാന ക്രമ നമ്പർ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ എഴുതണം. ഇതിൽ ക്ലോസ് ചെയ്ത സമയവും ചേർക്കണം. ഇതിന് താഴെ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കണം. അതിന് താഴെ പോളിംഗ് ഏജൻറ്റുമാരുടെ ഒപ്പുകൂടി വാങ്ങണം. ഇനി ടെൻഡേഡ് വോട്ട് എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തി വോട്ട് ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് മറ്റാരോ ചെയ്തു പോയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായി ഡിക്ലറേഷനെല്ലാം എഴുതി വാങ്ങിയ ശേഷം പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ടെൻഡേഡ് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യിച്ച് പ്രത്യേകം കവറിലിട്ട് സൂക്ഷിക്കുന്നു. ഹാൻഡ് ബുക്കിൻ്റെ 58 പേജിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വ്യക്തിയുടെ വിശദാംശങ്ങൾ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ ചേർക്കുവാൻ പാടില്ല. ഇനി
അക്കൗണ്ട് ഓഫ് വോട്ട് റെക്കോർഡഡ് എന്നറിയപ്പെടുന്ന ഫോം 17C പൂരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഫോമാണിത്. പോളിംഗ് ഏജൻറ്റിന് ഇതിൻ്റെ പകർപ്പ് നൽകേണ്ടതുണ്ട്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, വിവിപാറ്റ് എന്നിവയുടെ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നിലധികം മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം നമ്പർ ഇവിടെ എഴുതണം. അതിനുശേഷം ഒന്നാമത്തെ ചോദ്യം, ടോട്ടൽ നമ്പർ ഓഫ് എലക്ടേഴ്സ് അസൈൻ ടു ദി പോളിംഗ് സ്റ്റേഷൻ. നമ്മൾ ഏറ്റവും ആദ്യം നോക്കിയതാണിത്. മാർക്കഡ് കോപ്പിയുടെ അവസാന ഭാഗത്ത് ഈ ബൂത്തിൽ ചെയ്തിട്ടുള്ള EDC വോട്ട് കൂടി ചേർത്തതാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ അത് 1011. രണ്ടാമത്തെ ചോദ്യം, ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് ആസ് എൻറ്റേഡ് ഇൻ ദി രജിസ്റ്റർ ഓഫ് വോട്ട്. രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിലെ അവസാന ക്രമനമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. അത് 726. മൂന്നാമത്തെ ചോദ്യം, നമ്പർ ഓഫ് വോട്ടേഴ്സ് ഡിസൈഡിങ് നോട്ട് ടു റെക്കോർഡ് വോട്ട്. ഇത് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൻ്റെ റിമാർക്സിൽ റെഫ്യൂസ്ഡ് ടു വോട്ട് എന്ന് എഴുതിയിരിക്കുന്നത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ അറിയാൻ കഴിയും. ഇവിടെ അത് 1. നാലാമത്തെ ചോദ്യം, നമ്പർ ഓഫ് വോട്ടേഴ്സ് നോട്ട് അലൗഡ് ടു വോട്ട് ആണ്. രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൻ്റെ റിമാർക്സിൽ നോട്ട് അലൗഡ് ടു വോട്ട് എന്ന് എഴുതിയിട്ടുള്ളത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. ഇവിടെ അത് 1. ഇനി ആറാമത്തെ ചോദ്യം നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് റെക്കോർഡഡ് ആസ് പെർ വോട്ടിംഗ് മെഷീൻ. ഇവിടെ അത് 724. അതായത് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിലെ അവസാന ക്രമനമ്പറിൽ നിന്നും വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരുന്ന ഒരു കേസും വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പോയ ഒരു കേസും, അങ്ങനെ 2 എണ്ണം കുറയ്ക്കുമ്പോൾ വോട്ടിംഗ് മെഷീൻ ഉള്ളത് കിട്ടണം. ഈ ഫോമിൽ ക്രമം നമ്പർ 2 നിന്നും ക്രമം നമ്പർ 3, 4 എന്നിവ കുറയ്ക്കുമ്പോൾ ക്രമം നമ്പർ 6 കിട്ടണം. അങ്ങനെ കിട്ടുന്നുണ്ടോ എന്നതാണ് ഏഴാമത്തെ ചോദ്യം. ഇത് പലപ്പോഴും തെറ്റിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് എഴുതണം. ഇനി അഞ്ചാമത്തെ ചോദ്യം ടെസ്റ്റ് വോട്ട് സംബന്ധിച്ചാണ്. 5A എത്ര എണ്ണം എന്നും 5B ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് എന്നും എഴുതണം. നമുക്ക് ഇവിടെ ടെസ്റ്റ് വോട്ട് 1. ഇനി ആകെ വോട്ട് ചെയ്തവരുടെ എണ്ണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് വോട്ട് പോൾഡ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് എലക്ടേഴ്സ് ഹു വോട്ടഡ് എന്നത് എത്രയായിരിക്കുമെന്ന് നോക്കാം. കൺട്രോൾ യൂണിറ്റിലെ ആകെ വോട്ടായ 724 നിന്നും ടെസ്റ്റ് വോട്ടായ 1 കുറച്ച് കിട്ടുന്ന 723 ആയിരിക്കും. ഇത് 17C ചോദിച്ചിട്ടില്ല, പക്ഷേ മറ്റ് ഫോമുകളിൽ ഉണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ 8, 9 ചോദ്യങ്ങളിൽ ടെൻഡേഡ് വോട്ടിൻ്റെ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. 10 പേപ്പർ സീലിൻ്റെ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ എഴുതാവുന്നതേ ഉള്ളൂ. ഇനി പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി നമുക്ക് നോക്കാം. 3 പേജ് വരുന്ന ഒരു ഫോമാണിത്. ഇതിൽ വളരെയധികം കാര്യങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണിത്. ഒബ്സർവർമാർ വിശദമായി പരിശോധിക്കുന്ന ഒന്നാണിത്. ഇതിൻ്റെ 10ൽ 1ാമത്തെ ചോദ്യമായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് അസൈൻ ടു ദി പോളിംഗ് സ്റ്റേഷൻ. ഇത് ഫോം 17C നമ്മൾ കണ്ടതാണ്. ഇത് 1011. 10ൽ 2ാമത്തെ ചോദ്യം നമ്പർ ഓഫ് വോട്ട് അലൗഡ് ടു വോട്ട് അക്കോർഡിംഗ് ടു മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ എന്നാണ്. ഇത് നമ്പർ ഓഫ് വോട്ട് പോൾഡ് തന്നെയാണ്. കാരണം മാർക്ക്ഡ് കോപ്പിയിൽ വോട്ട് ചെയ്തവരെ അടയാളപ്പെടുത്തുന്നുണ്ട്. കൂടാതെ അവസാനമായി EDC വോട്ടിൻ്റെ വിവരം കൂടി ചേർക്കുന്നുണ്ട്. ഇവിടെ അത് 723 ആണെന്ന് നമ്മൾ കണ്ടതാണ്. അതായത് കൺട്രോൾ യൂണിറ്റിലെ ആകെ വോട്ടായ 724 നിന്ന് ടെസ്റ്റ് വോട്ടായ 1 കുറച്ച് കിട്ടുന്ന 723. ഇനി 10ൽ 3 ടോട്ടൽ നമ്പർ ഓഫ് എലക്ടേഴ്സ് ആസ് എൻറ്റേഡ് ഇൻ ദി രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് 726 ആണ്. 10ൽ 4 വോട്ടിംഗ് മെഷീനിലെ എണ്ണമാണ്
724. 10-5 വോട്ട് ചെയ്യുന്നില്ല എന്ന് പ്രഖ്യാപിച്ചവരുടെ എണ്ണം 1. ഇത് മൂന്നും 17C ഉള്ളത് തന്നെയാണ്. ഇനി 11ാമത്തെ ചോദ്യം, നമ്പർ ഓഫ് എലക്ടേഴ്സ് ഹൂ വോട്ടഡ്. മുൻ പേജിൽ 10-ൽ 2 കണ്ടതും ഇത് തന്നെയാണ്, അതായത് 723. പിന്നെ ഇവിടെ മെൻ, വുമൺ, തേർഡ് ജെൻഡർ എന്നിങ്ങനെ തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ബാക്കിയുള്ളതെല്ലാം ബുദ്ധിമുട്ടില്ലാതെ പൂരിപ്പിക്കാൻ കഴിയുന്നതാണ്. ഇനി പ്രത്യേകമായി ചില ഫോമുകൾ ഉണ്ടാകാറുണ്ട്. ഇതിലൊന്നാണ് വോട്ടേഴ്സ് ടേൺ ഔട്ട് റിപ്പോർട്ട്. ഇതിൽ രണ്ടാമതായി നമ്പർ ഓഫ് എലക്ടേഴ്സ് ഹൂ വോട്ടഡ്, മെൻ, വുമൺ തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് പ്രിസൈഡിംഗ് ഓഫീസർ ഡയറിയിലെ 11ാമത്തെ ചോദ്യം തന്നെയാണ് ഇത്. മറ്റൊരു ഫോമാണ് 16 പോയിൻ്റ് റിപ്പോർട്ട്. ചിലപ്പോൾ ഇത് കൂടുതൽ പോയിന്റുകൾ ഉൾപ്പെടുത്തി മാറ്റം വരുത്തുവാൻ സാധ്യതയുണ്ട്. നിലവിൽ ഇതിൽ 5ാമത്തെ ചോദ്യം ടോട്ടൽ വോട്ടേഴ്സ് 1011 ആണ്. 6ാമത്തെ ചോദ്യം നമ്പർ ഓഫ് വോട്ട് പോൾഡ് 723 ആണ്. 7ാമത്തെ ചോദ്യം പെർസെൻറ്റേജ് ഓഫ് വോട്ട് പോൾഡ് 723 ഡിവൈഡ് ബൈ 1011 ഇൻറ്റു 100 71.5% വരും. 10ാമത്തെ കോളം എപ്പിക് അല്ലാതെ മറ്റ് തിരിച്ചറിയൽ രേഖ ഹാജരാക്കിയവരുടെ എണ്ണമാണ്. ഇത് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ നിന്ന് എണ്ണി എടുക്കേണ്ടതാണ്. ഇനി ഞാൻ പറഞ്ഞതിൽ വിട്ടുപോയ ഏതാനും കാര്യങ്ങൾ കൂടി പറയട്ടെ. ASD ലിസ്റ്റിൽ ഉള്ളവർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഒപ്പും വിരലടയാളവും രണ്ടും രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം ഒരു ഡിക്ലറേഷൻ കൂടി വാങ്ങേണ്ടതുണ്ട്. ഇത് ഹാൻഡ് ബുക്ക് പേജ് 45-46 വിശദമായി പറയുന്നുണ്ട്. മറ്റൊന്ന്, ഫോം 17C ആദ്യ ചോദ്യം നമ്പർ ഓഫ് എലക്ടേഴ്സ് അസൈൻ ടു ദി പോളിംഗ് സ്റ്റേഷൻ എന്നതിന് EDC ഉപയോഗിച്ച് വോട്ട് ചെയ്തവരുടെ എണ്ണം കൂടി കൂട്ടിയുള്ള സംഖ്യ എഴുതണമെന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അത് സ്ക്രീനിൽ കാണുന്ന പോലെ ബ്രാക്കറ്റിൽ മാർക്ക്ഡ് കോപ്പിയുടെ അവസാനം കാണിച്ചിരിക്കുന്ന എണ്ണം പ്ലസ് EDC ഇത്ര എന്ന് വ്യക്തമായി എഴുതണം. ഇത് EDC കൂടി അതിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. കൂടാതെ EDC ഉപയോഗിച്ച് ഒരാൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ മാർക്ക്ഡ് കോപ്പിയുടെ അവസാന ക്രമ നമ്പറിന് ശേഷം തുടർന്നുള്ള ക്രമ നമ്പർ ഇട്ട് ഇവരുടെ പേരും EDCയിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ കൂടി എഴുതി ചേർക്കണം. ഇത് ഹാൻഡ് ബുക്ക് പേജ് 57 പറയുന്നുണ്ട്. ഒരു ബൂത്തിൽ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ വേണ്ടി വരുന്നു എന്ന് കരുതുക. അവിടെ വോട്ട് ചെയ്ത EDC വോട്ടർമാരും റീപോളിന് വോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാണ് മാർക്ക്ഡ് കോപ്പിയിൽ അവരുടെ പേര് ചേർക്കുന്നതും അവരുടെ EDC പ്രത്യേക കവറിലിട്ട് പാക്കറ്റ് 4-ൽ 3ാമത്തെ കവറായി തിരികെ നൽകുകയും ചെയ്യുന്നത്. ഇനി ഈ ഫോം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫോമുകൾ പൂരിപ്പിക്കുന്നതിന് മുമ്പായി ഈ 13 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ ഫോമുകൾ പൂരിപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഈ ഫോമിനെ സ്പെഷ്യൽ ഫോം എന്ന് നമുക്ക് വിളിക്കാം. ഇതിൽ ആദ്യത്തേത് വോട്ടേഴ്സ് അസൈൻ ടു ദി പോളിംഗ് സ്റ്റേഷൻ എന്നതാണ്. ഇത് മാർക്ക്ഡ് കോപ്പിയുടെ അവസാനം കാണിച്ചിരിക്കുന്നതിൻ്റെ കൂടെ EDC വോട്ടർമാരുടെ എണ്ണം കൂടി ചേർത്തതാണ് എഴുതേണ്ടത്. ഇത് ഫോൺ നമ്പർ 17C 1ാമത്തെ ചോദ്യമായും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ഡയറിയിൽ 10-ൽ 1ാമത്തെ ചോദ്യമായും 16 പോയിൻ്റ് റിപ്പോർട്ടിൽ 5ാമത്തെ ചോദ്യമായും ഉണ്ട്. ഇങ്ങനെ ഓരോ ചോദ്യത്തിനും അത് ഏതെല്ലാം ഫോമിൽ എത്രാമതായി ഉണ്ട് എന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2ാമത്തെ ചോദ്യം 17A രജിസ്റ്ററിലുള്ള എണ്ണമാണ്. 3ാമത്തേത് റിഫ്യൂസ്ഡ് ടു വോട്ട്. 4ാമത്തേത് നോട്ട് അലോഡ് ടു വോട്ട്. 5ാമത്തേത് വോട്ടിംഗ് മെഷീനിലുള്ള എണ്ണമാണ്. അത് ഫോം 17A നിന്നും റിഫ്യൂസ്ഡ് ടു വോട്ടും നോട്ട് അലോഡ് ടു വോട്ടും കുറച്ച് കിട്ടുന്നതാണ് എന്ന് ഉറപ്പാക്കണം. 6ാമതായി ടെസ്റ്റ് വോട്ടിൻ്റെ എണ്ണമാണ്. 7ാമതായി നമ്പർ ഓഫ് വോട്ട് പോൾഡ്. ഇത് മെഷീനിലുള്ള വോട്ടിൽ നിന്ന് ടെസ്റ്റ് വോട്ട് കുറച്ച് കിട്ടുന്നതാണ്. 8ാമതായി പെർസെൻറ്റേജ് ഓഫ് പോൾ. 9ാമതായി ടെൻഡഡ് വോട്ടിൻ്റെ എണ്ണം. 10ാമതായി ചലഞ്ചഡ് വോട്ടിൻ്റെ എണ്ണമാണ്. 2 രൂപ അടച്ച കേസുകൾ മാത്രം ഇതിൽ എടുത്താൽ മതി. 11ാമതായി ഇലക്ഷൻ ID കാർഡ് ഉപയോഗിച്ച്
തിരിച്ചറിയൽ നടത്തിയവരുടെ എണ്ണമാണ്. 12-ാമതായി എപ്പിക് അല്ലാതെ മറ്റ് രേഖകൾ തിരിച്ചറിയുന്നതിന് ഉപയോഗിച്ചവരുടെ എണ്ണമാണ്. ഇത് രണ്ടും കൂട്ടുമ്പോൾ 7-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കണം, അതായത് നമ്പർ ഓഫ് വോട്ട് പോൾഡ്. ഇത് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ നിന്ന് എണ്ണി എടുക്കേണ്ടതായിട്ടുണ്ട്. 13-ാമത്തേതായിട്ട് EDC വോട്ടർമാരുടെ എണ്ണമാണ്. അപ്പോൾ ഈ 13 ചോദ്യങ്ങളും പൂരിപ്പിച്ചാൽ മറ്റ് ഫോമുകൾ പൂരിപ്പിക്കുന്നതിന് വളരെ എളുപ്പമായിരിക്കും. ഇനി നിങ്ങൾ വോട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഫോമുകൾ മടക്കി നൽകുന്ന സമയം എന്തെല്ലാമാണ് പ്രധാനമായി പരിശോധിക്കുക എന്ന് നോക്കാം. ഒന്നാമതായി ഫോം 17C-യിൽ ചോദ്യം 6 എന്നത് ചോദ്യം 2-ൽ നിന്നും ചോദ്യം 3ഉം 4ഉം കുറച്ച് കിട്ടുന്നതായിരിക്കണം. രണ്ടാമതായി നമ്പർ ഓഫ് വോട്ടേഴ്സ് പോൾഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ടേഴ്സ് ഹു വോട്ടഡ് എന്നത് ഫോൺ നമ്പർ 17C-യിൽ ചോദ്യം 6-ൽ നിന്നും ചോദ്യം 5A കുറച്ച് കിട്ടുന്നതാണ്. ഇതുതന്നെയാണ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിൽ ചോദ്യം 10-ൽ 2ഉം ചോദ്യം 11-ൻ്റെയും ഉത്തരം. കൂടാതെ സിസ്റ്റിംഗ് പോയിൻ്റ് റിപ്പോർട്ടിൽ ചോദ്യം 6ഉം വോട്ടേഴ്സ് ടേൺഔട്ടിൽ ചോദ്യം 2ഉം ഇതുതന്നെ ആയിരിക്കണം. മൂന്നാമതായി ഇലക്ടേഴ്സ് അസൈൻ ടു ദി പോളിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ ടോട്ടൽ വോട്ടേഴ്സ് എന്നത് ഫോൺ നമ്പർ 17C-യിൽ ക്വസ്റ്റ്യൻ 1ഉം പ്രിസൈഡിംഗ് ഓഫീസർ ഡയറിയിൽ ക്വസ്റ്റ്യൻ 10-ൽ 1ഉം സിസ്റ്റിംഗ് പോയിൻ്റ് റിപ്പോർട്ടിൽ ക്വസ്റ്റ്യൻ 5ഉം ഒന്ന് തന്നെയായിരിക്കണം. ഇവിടെ പ്രധാനപ്പെട്ട ഫോമുകളുടെ പ്രധാനപ്പെട്ട കോളങ്ങൾ പൂരിപ്പിക്കുന്ന കാര്യം മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത്. 17C, പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി എന്നിവ തെറ്റുകൂടാതെ പൂരിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.